ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ നിർണായക പുരോഗതി. ഇറാന്റെ എണ്ണ കയറ്റുമതിക്കുമേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങളിൽ അമേരിക്ക ഭാഗികമായി ഇളവ് പ്രഖ്യാപിച്ചു. സ്വിറ്റ്സർലാൻഡിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് അമേരിക്കൻ ട്രഷറി വകുപ്പിന്റെ നിർണായക നീക്കം. ആദ്യഘട്ടമെന്ന നിലയിൽ 60 ദിവസത്തേക്കാണ് പ്രത്യേക ഉപരോധ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ ഇറാനിയൻ ക്രൂഡ് ഓയിൽ, പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ, മറ്റു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപാദനം, വിതരണം, വിൽപ്പന എന്നിവയ്ക്ക് താൽക്കാലിക അനുമതി ലഭിക്കും. രാജ്യാന്തര വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കുന്നതിനും മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ താൽക്കാലിക നടപടി. ഈ ഇളവ് ഓഗസ്റ്റ് 21 വരെയാണ് പ്രാബല്യത്തിലുണ്ടാവുക. നിലവിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഉത്തര കൊറിയ, ക്യൂബ, റഷ്യയുടെ അധീനതയിലുള്ള യുക്രൈൻ പ്രദേശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് ഈ അനുമതി ബാധകമല്ല. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. ഇറാനുമായുള്ള ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നും ധാരണാപത്രത്തിലെ പല വ്യവസ്ഥകളും നടപ്പിലാക്കുന്ന ഘട്ടത്തിലാണെന്നും സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനും IAEA പരിശോധനാ സംഘത്തെ രാജ്യത്തേക്ക് അനുവദിക്കാനും ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് 60 ദിവസത്തേക്കുള്ള പ്രത്യേക അനുമതി ട്രഷറി വകുപ്പ് നൽകിയിരിക്കുന്നത് എന്നായിരുന്നു സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കിയത്.